എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്തുകൊണ്ട് പഴയ അടുപ്പം കാണിക്കുന്നില്ല എന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് പഴയ അടുപ്പം കാണിക്കുന്നില്ല, അതിൻ്റെ കാരണത്തിലേക്കാണ് നാം നോക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടം തോന്നുന്ന, ഒരുപാട് ആഗ്രഹം തോന്നുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ആ വ്യക്തിയെ കൂടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ വ്യക്തി അതാണ്, എനിക്ക് ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ആ വ്യക്തി എനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിയിൽ ഒപ്പം ചേർന്ന്, ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ഇഷ്ടം. ആ വ്യക്തിയെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നു. ആ വ്യക്തി ഇല്ലാതെ എനിക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് ആ വ്യക്തി അത്രത്തോളം വലുതാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ആ വ്യക്തി ഒരു നിമിഷത്തിൽ, ഒരു സമയത്ത് നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കിട്ടിയൊരു കാര്യമാണ്. പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് ആ വ്യക്തിയുടെ മനസ്സിലെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ആ വ്യക്തിയുടെ മനസ്സിലെ സ്നേഹം നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. പക്ഷെ നിങ്ങളതിന് കൂടുതൽ പ്രാധാന്യം നൽകിയില്ല. ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിക്ക് എന്നിലെ പല കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്നോട് അടുത്തു. പക്ഷെ നിങ്ങൾ അത് വേണ്ട വിധം അപ്പോൾ ഉപയോഗിച്ചില്ല. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന അത് ഒരുപക്ഷെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നിങ്ങളതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പോലെ ആയില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങളും സ്നേഹിച്ചു. പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹം എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒന്നും നിങ്ങൾ ചെയ്തില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി കൂടുതലായിട്ട് കടന്ന് വരുമായിരുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് ആ വ്യക്തി എത്തിച്ചേരുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വലിയ വിഷമം അക്കാര്യത്തിൽ തോന്നി. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ വിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ട് ഇപ്പോൾ അകന്നു തുടങ്ങിയപ്പോൾ നിങ്ങളതിനെപ്പറ്റി കുറ്റബോധത്തോടെ ഓർക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹിച്ച സമയത്ത് വേണ്ട വിധത്തിൽ ആ വ്യക്തിയെ ഉറപ്പിച്ച് നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത സ്നേഹത്തേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ നൽകിയിരുന്നെങ്കിൽ ആ വ്യക്തി ഒരിക്കലും തിരിച്ചു പോകില്ലായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി എപ്പോഴും എൻ്റെ ഒപ്പം നിൽക്കുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് ആ വ്യക്തിയെ ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയ വിജയമാകുമായിരുന്നു. കൂടുതൽ ആ വ്യക്തിയിലേക്ക് ആ സമയത്ത് അടുക്കണമായിരുന്നു. അങ്ങനെ അടുത്തിരുന്നെങ്കിൽ ഒരിക്കലും പോകാത്ത രീതിയിൽ, ഒരിക്കലും മനസ്സിൽ നിന്നും അകന്നു പോകാത്ത രീതിയിൽ ആ വ്യക്തി നിൽക്കുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. പക്ഷേ ആ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി ഉള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ വിട്ട് പഴയ സ്നേഹം കാണിക്കാതെ ആയപ്പോൾ, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും സ്നേഹം കാണിച്ചു തുടങ്ങിയപ്പോൾ, നിങ്ങളെ പതുക്കെ അവഗണിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചതി മനസ്സിലാവുന്നത്. ഇപ്പോൾ ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ
ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് സമയം വൈകിപ്പോയിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റെന്തോ ചിന്ത വന്നിരിക്കുന്നു, മറ്റേതോ വ്യക്തികൾ വന്നിരിക്കുന്നു, മറ്റേതോ സാഹചര്യം വന്നിരിക്കുന്നു. ചിലപ്പോൾ വ്യക്തി തന്നെ ഉണ്ടാവണമെന്നില്ല, ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നിങ്ങൾ ആ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നതിൽ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം നൽകിയ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് ശക്തമായി പിടിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ ശക്തമായി പിടിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ആ വ്യക്തി പതുക്കെ നിങ്ങളിൽ നിന്ന് അകന്ന് പോകാൻ തുടങ്ങി. ആ അകൽച്ച ഒരുപക്ഷെ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ല. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു ദുഃഖമായി, വിഷമമായി മാറുകയാണ്. ആ വ്യക്തിയുടെ ആ ഒരു കൃത്യമായ നിങ്ങളോടുള്ള അടുപ്പം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച്, ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് നിന്നപ്പോൾ, അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊണ്ടപ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹം പൂർണ്ണമായിട്ട് നൽകാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ആ സ്നേഹം പൂർണ്ണമായിട്ട് നൽകാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖവും ഉണ്ടായി. എങ്ങനെയാണ് ആ സ്നേഹത്തെ പിടിച്ചു നിർത്തുക, എങ്ങനെയാണ് ആ സ്നേഹത്തെ ഉറപ്പിച്ചു നിർത്തുക എന്നിത്യാദിയുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി. ആ സ്നേഹം പിടിച്ചു നിർത്താൻ കഴിയാതെ പോയതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ ഇനിയും അതിന് പ്രതിവിധികളുണ്ട്. ഏത് വിധേനയും ആ വ്യക്തിയുടെ സ്നേഹം പിടിച്ചു വാങ്ങാതെ, ആ സ്നേഹത്തിനായി അപേക്ഷിക്കാതെ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ അത് കൃത്യമായി ചെന്ന് കൊള്ളും. ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ഞാൻ സഹായിക്കുന്നുവെന്ന് പറയാതെ കൃത്യമായൊരു സഹായം അവിടെ എത്തിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുക. ആ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ടും ആ വ്യക്തിയെ പുകഴ്ത്തിയും സംസാരിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ഉത്തമ ബോധ്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. അതിന് യാതൊരു പ്രതിഫലവും ചോദിക്കാതെ നിൽക്കുക. പ്രതിഫലം ചോദിക്കാതെ, നിങ്ങൾ യാതൊന്നും കാക്ഷിക്കാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവെന്നുള്ള ആ വ്യക്തിയുടെ തോന്നൽ, മറ്റുള്ളവർ അവഗണിക്കുമ്പോഴും ആ വ്യക്തിയെ ന്യായീകരിച്ചുകൊണ്ട് ആ വ്യക്തിക്കൊപ്പം നിൽക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ, അത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കൂടുതൽ സ്ഥാനം ലഭിക്കും. താൻ സ്നേഹം കുറച്ചത് തെറ്റാണെന്ന് ആ വ്യക്തിക്ക് തുടങ്ങുന്ന തരത്തിലേക്ക് എത്താൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ പോയിൻ്റ് ചെയ്തത് നിർത്തുക. ആ വ്യക്തി നിങ്ങളിലേക്ക് പഴയതിലും കൂടുതലായിട്ട് സ്നേഹം കാണിച്ചു കൊടുക്കും. ആ അവസരത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി സ്നേഹം പിടിച്ചു വെക്കാതിരിക്കുക, മാക്സിമം നൽകുക, നിങ്ങളിലേക്ക് ഉറപ്പിച്ച് നിർത്തുക. നിങ്ങൾക്കതിന് കഴിയും. മറ്റു പലരുടെയും സാന്നിധ്യം ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് നിങ്ങളെ അലോസരപ്പെടുത്തേണ്ട. പതുക്കെ അവരുടെ സാന്നിധ്യം ഇല്ലാതാകുകയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാകുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.